പിന്നല്ലേ, ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോസ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചത്തെ അടുത്തായി. ഒരു വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് വീഡിയോ ഇട്ടാൻ നേരത്തെ ഭയങ്കരമായിട്ട് പേടിയൊക്കെയുള്ള സമയമായി. ആദ്യമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങുക, വീഡിയോ ഒക്കെ എടുത്ത് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആളുകൾ അത് എങ്ങനെ ഉൾക്കൊള്ളും, ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കാണും, മോശമല്ലേ, ഞാൻ എൻ്റെ വോയിസ് അത്ര അടിപൊളിയാണോ, അങ്ങനത്തെ ഒരുപാട് തോന്നലുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഒരു വീഡിയോ കെട്ട് അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, എന്താ ആൾക്കാരെ പ്രതികരണം എന്താണെന്ന് അറിയാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അതിൽ കുറേ എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് കുറേ മെസ്സേജൊക്കെ വന്നിനി, ഇങ്ങനെ നീ ചെയ്യുന്ന വീഡിയോ അടിപൊളിയാണ്, ഇനിയും ചെയ്യണം, അതേപോലെ ഇതിലുള്ള പോരായ്മകളൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിച്ചത്, എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലമായിട്ട് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് അതേപോലത്തെ വീഡിയോകൾ. കാരണം അന്നൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ അതിന് മുമ്പേ കുറേ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുക, അടിപൊളിയാക്കി ചെയ്യാന്നൊക്കെ. പക്ഷെ എന്തോ എനിക്കിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പേടിയിനി, എന്താ അങ്ങനെ പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ വീഡിയോ എടുക്കണം, അങ്ങനത്തെ ഒരു വൈബൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ചെയ്യുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ആളുകളുടെ പ്രതികരണം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും നമ്മളെ ഓരോ ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഒക്കെ എനിക്ക് കിട്ടും. അങ്ങനെ വിചാരിച്ച് നമ്മളൊരു വീഡിയോകൾ ചെയ്യുക. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കി, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.